ഇപ്പോൾ ജെൻസി കിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ പോലും രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ വി എസിനെ കാണുവാൻ വേണ്ടി അമ്മമാരുടെ ഒക്കത്തിരുന്നുകൊണ്ടും അച്ഛന്മാരുടെ കൈ പിടിച്ചുകൊണ്ടും ഒക്കെ കാത്തു നിൽക്കുന്നു. എന്നോടൊപ്പം ബിനീഷ് കോടിയേരിയുണ്ട്. ബിനീഷ്, ഇന്നലെയാണല്ലോ ബിനീഷ് തിരുവനന്തപുരത്ത് എത്തുന്നത്. ഇപ്പോൾ ഈ യാത്ര പോകുന്ന വഴികൾ നമ്മൾ കാണുകയാണ്. എത്രമാത്രം വി എസിനെ ജനം നെഞ്ചിലേറ്റിരിക്കുന്നു. കാരണം ഒരു 6 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അദ്ദേഹം നമ്മളാരും കണ്ടിട്ടില്ല വി എസിനെ, പക്ഷെ ആരും മറന്നിട്ടില്ല. കൊച്ചു കുട്ടികൾ വരെ വി എസിന് കണ്ണേ കരണേ വിളിക്കുന്നത്. എന്താ തോന്നുന്നത്? ഞാനിപ്പോൾ ദർബാർ ഹാളിൽ തൊട്ട് ഹരിപ്പാട് വരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഹരിപ്പാട് നിന്നാണ് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഞാൻ കണ്ടിട്ട് ഇപ്പോൾ ജെൻസി കിഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ പോലും അപ്പം അവർ പോലും ഒരു രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ വി എസിനെ കാണുവാൻ വേണ്ടി അമ്മമാരുടെ ഒക്കത്തിരുന്നുകൊണ്ടും അച്ഛന്മാരുടെ കൈ പിടിച്ചുകൊണ്ടും ഒക്കെ കാത്തു നിൽക്കുന്നു. അപ്പോൾ വി എസിന്റെ ഒരു വിലാപയാത്ര കേവലം ഒരു വിലാപയാത്ര മാത്രമായല്ല ഒതുങ്ങപ്പെടുന്നത്. പുന്നപ്ര എന്താണെന്ന് പഠിക്കുന്നു, വയലാർ എന്താണെന്ന് പഠിക്കുന്നു. നമ്മുടെ കുട്ടികൾ ചരിത്രത്തിന്റെ ഭാഗമായ ഒരു യാത്രയിൽ പങ്കാളികളാകുന്നു. ഒരു ചരിത്രം കൂടി പഠിക്കപ്പെടുന്നു. അപ്പോൾ വി എസ് കേവലം ഒരു പേര് മാത്രമായി അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിലെ ഒരാളായി മാത്രമല്ല ഒതുങ്ങപ്പെടുന്നത്. ഈ സമൂഹത്തിൽ ഇനി വരാനിരിക്കുന്ന സമൂഹത്തിലും ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയ്ക്കും എന്തായിരുന്നു വി എസ് എന്നുള്ള ആഴത്തിൽ പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. തീർച്ചയായും ഇപ്പൊ കമ്മ്യൂണിസം ഒരു പ്രതീക്ഷയാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് വി എസ് ഒരു പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ നമ്മളിൽ നിന്ന് കൈവിട്ടു പോവുകയല്ല, പുതിയ അധ്യായം രചിക്കപ്പെടുകയാണ്. പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അല്ല, അതൊരു ബാലിശമായ വിലയിരുത്തപ്പെടലാണ്. ഒരു സമൂഹത്തിന്റെ സാഹചര്യങ്ങൾ രൂപപ്പെടുമ്പോഴാണ് എപ്പോഴും എത്തരത്തിലാണ് ആ സമയത്തുള്ള സാഹചര്യത്തിലുള്ള തലമുറ അതിനുയർന്ന് പ്രവർത്തിക്കുക. ഇത്തരത്തിലേക്കുള്ള ഒരു സമൂഹത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഇപ്പോഴും ഈ വി എസിനെ കാത്തു നിൽക്കുന്ന സമൂഹത്തിലുള്ള കുട്ടികൾ വളരെ ശക്തമായി ഇടപെടും എന്നുള്ളത് വി എസിലൂടെ തന്നെ നമുക്ക് കാണിച്ചിരിക്കുകയാണ്. ബിനീഷ്, വേറെ കാര്യം, അച്ഛനും വി എസും തമ്മിലുള്ള ഒരു ബന്ധം കൂടി ഈ സമയത്ത് ഓർക്കണം. യെച്ചൂരിയും ഇപ്പോൾ 3 പേരും ഇല്ല. വി എസ് പടങ്ങി മാറി നിൽക്കുന്ന സമയത്തൊക്കെ വി എസിനെ അനുനയിപ്പിക്കുന്ന 2 ആളുകളായിരുന്നു. അതിൽ കോടിയേരിക്ക് കുറച്ചുകൂടി നല്ല വൈഭവം ഉണ്ടായിരുന്നു. അതിനിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ബിനീഷ് ഓർക്കുന്നത്? സ്വാഭാവികമായിട്ടും അച്ഛനും വി എസും തമ്മിലുള്ള ഒരു വലിയൊരു കെമിസ്ട്രി, അത് കൂടുതൽ പാർട്ടി വിഭാഗീയതകൾ നിലനിൽക്കുന്ന സമയത്ത് പോലും അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വളരെ നല്ലതായിരുന്നു. അത്തരത്തിലുള്ള ഒരു നല്ല കെമിസ്ട്രി ഉള്ളത് കൊണ്ടാണ് 2006 വി എസ് ഗവൺമെന്റ് ഏറ്റവും നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ഭരണത്തെ വിലയിരുത്തുന്ന ഒന്ന് 2006 അതുവരെ ഉണ്ടായിരുന്ന ഒരു തുടർ ഭരണത്തിലേക്ക് പോകുവാൻ വേണ്ടിയുണ്ടായിരുന്ന ഒരു വെറും 2 സീറ്റിൽ മാത്രം ഒതുക്കപ്പെടുന്ന ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ അത്രയും സീറ്റ് നേടിയ മറ്റൊരു ഗവൺമെന്റിൽ മത്സരിച്ച ഒരു ഗവൺമെന്റ് അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പം അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, പാർട്ടിയും വി എസുമായിട്ടുള്ള അന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വി എസിന് അച്ഛൻ്റെ അടുത്ത് എപ്പോഴും ഒരു വാത്സല്യമായിരുന്നു. അപ്പൊ അച്ഛനൊരു കാര്യം പറയുമ്പോൾ അത് വി എസ് ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറായിട്ടുള്ള അവരുടെ ഞങ്ങളുടെ കുടുംബം അരുൺ ചേട്ടനായിട്ടും ആശേച്ചിയുമായിട്ടൊക്കെയുള്ള ഞങ്ങളുടെ ബന്ധവും അത്തരത്തിൽ തന്നെ ഉള്ളതായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങൾ തന്നെ വരുമ്പോ കാണാം, ഓരോരുത്തർക്കും വി എസിനെ കുറിച്ച് ഓർക്കാൻ ഒരു കഥകളുണ്ട്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ നേരിട്ടുണ്ട്. അപ്പൊ അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ നമ്മൾ പറയാറുണ്ട്, ഒരു കൊളുത്ത് നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. അപ്പൊ അതൊരു നാളമായി, ഒരു വെളിച്ചമായി, ഒരു പ്രകാശമായി എപ്പോഴും ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ ഇരുണ്ട വഴികളിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇനി എന്ത് എന്നുള്ള ഒരു പ്രത്യാശ നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പ്രത്യാശയായി ജ്വലിക്കുന്ന ഒരു വെളിച്ചമായി വി എസ് എപ്പോഴും അപ്പോൾ വി എസിന് നമ്മൾ എല്ലാ തരത്തിലും ആദരം കൊടുത്ത് വിടവാങ്ങുന്നു. പക്ഷേ വി എസ് ഒരു പ്രതീക്ഷയാകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും വി എസ് ഒരു പ്രതീക്ഷയാണ്. പോരാളികൾക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ആവശ്യപ്പെടേണ്ടുന്ന ചില കാര്യങ്ങൾ വിഷയങ്ങളിൽ മടിച്ചു നിൽക്കപ്പെടുന്ന നേതാക്കൾക്ക്, പുതിയ ആളുകൾക്ക് അങ്ങനെ മടിച്ചു നിൽക്കേണ്ടതല്ല. സമൂഹത്തിൽ കൂടുതലായിട്ട് ശക്തമായി ഇടപെട്ടാൽ മാത്രമേ ജനഹൃദയങ്ങളിൽ സ്ഥാനം ഉണ്ടാവുള്ളൂ എന്നുള്ളതിന്റെ തെളിവാണ്.